നമ്മൾ എപ്പോഴും നമ്മുടെ ഭവനങ്ങളിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞ് പ്രത്യേകിച്ച് എന്റെ ഭവനത്തിൽ ഞാൻ നോക്കുമ്പോ, പ്രത്യേകിച്ച് എന്റെ കുഞ്ഞ്, അവന് ഇപ്പൊ കൊച്ചു കുഞ്ഞാണ്, അവന് ഒരു 8 മാസം ആയതേ ഉള്ളൂ. എങ്കിലും ആൾക്കാരൊക്കെ കൈയൊക്കെ നീട്ടുമ്പോ അവരുടെ അടുക്കലൊക്കെ ഓടി ചെല്ലും, അവരെടുക്കും, കുഞ്ഞിനെ എടുക്കും. എങ്കിലും ഞാൻ തിരിച്ചു മേടിക്കാൻ വേണ്ടി അവനെ കൈ നീട്ടുമ്പോഴത്തേനും ചിലപ്പോ ഒന്നും അവൻ വരത്തില്ല. അവൻ ആ പോയവരുടെ കൈ തന്നെ നിൽക്കും. അപ്പൊ അവരിങ്ങനെ പറയും, ഓ അവനിപ്പം പപ്പായ ആവശ്യമൊന്നുമില്ല, ഞങ്ങളെ മതി, ഞങ്ങളുടെ കൂടെ നിന്നോളൂ എന്നൊക്കെ പറയും. പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും, അവൻ എത്ര മാറി നിന്നെന്ന് പറഞ്ഞാലും, എനിക്കറിയാം കുറച്ചു നേരമൊക്കെ അവൻ ആരുടെയിലൊക്കെ കൈ നിൽക്കത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവൻ തിരിച്ച് എന്റെ അടുത്ത് വരും. അതെന്ന് വെച്ചാൽ അപ്പനും മോനും തമ്മിലുള്ള ഒരു സ്നേഹമാണ്. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്റെ അപ്പന്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും അപ്പന്മാരുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം മൊത്തം നമ്മുടെ നേരെ വിരൽ ചൂണ്ടി നമുക്കെതിരായി കുറ്റം പറഞ്ഞാലും, നമ്മുടെ മേൽ വലിയ കുറ്റമുണ്ട്, വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ അകറ്റി നിർത്തിയാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിനക്കെതിരായി കുറ്റം പറഞ്ഞാലും, ആ സ്നേഹമുള്ള അപ്പന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ നിന്നെ മാറോടടക്കി പിടിക്കും. എത്ര വലിയ പ്രശ്നമാണേലും അപ്പൊ അകത്ത് കയറാൻ പറയും. അതാണ് ലോകത്തിലുള്ള അപ്പന് അത്രയും സ്നേഹമുണ്ടെങ്കിൽ, സ്വർഗീയ അപ്പന് എത്ര വലിയ സ്നേഹമായിരിക്കും നിന്നോട്. നിന്റെ വേദനകൾ മനസ്സിലാക്കാതിരിക്കുമോ? നിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതിരിക്കുമോ? നിന്റെ കുറവുകൾ മനസ്സിലാക്കാതിരിക്കുമോ? അതൊക്കെ സ്നേഹിച്ച് നിന്റെ അരികിലേക്ക് ഏറ്റവും അടുത്തു വരുന്ന സർവശക്തനായ കർത്താവ്. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. യേശുവിനറിയാം നമ്മൾ എത്ര അകന്നു പോയാലും, എത്ര മാറിപ്പോയാലും, കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആ സ്വർഗീയ അപ്പൻ അറിയാം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, കുറവുകളൊക്കെ വന്നിട്ടുണ്ട്, ആൾക്കാർ വിരൽ ചൂണ്ടി നിങ്ങളെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അപ്പച്ചനറിയാം, യേശു കർത്താവിനറിയാം, എന്നെ കൂടാതെ അവൻ ഒന്നും നടക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിലെ കുറവുകളൊക്കെ കർത്താവിന് മുമ്പിൽ ഒന്ന്